ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ മാധവത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുനാളാണ് നാളെ. അക്കാര്യം എല്ലാവരും ഓർക്കുക. നാളെ രാവിലെ എല്ലാവരും തന്നെ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ശ്രീ പത്മനാഭസ്വാമിയെ പ്രാർത്ഥിക്കണം. ഭഗവാന് പിറന്നാൾ ആശംസകൾ നേരണം. ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവാൻ അബലയായിരിക്കുന്ന ഒരു സ്ത്രീയെ രക്ഷിക്കുന്ന ഭാഗമാണ് പറയുന്നത്. ഇന്ന് ഏകാദശിയാണ്. നമ്മളെല്ലാവരും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ കഥ പറയുന്നത്. മഹാഭാരതത്തിൽ കപടച്ചൂതിലൂടെ യുധിഷ്ഠിരനെയും മറ്റു സഹോദരങ്ങളെയും ദുര്യോധനാദികൾ തോൽപ്പിച്ച കഥ നമുക്കറിയാം. അങ്ങനെ അവർ 5 പേരെയും പണയം വെച്ച് യുധിഷ്ഠിരൻ തല കുനിച്ചിരിക്കുന്ന സമയത്താണ് ദ്രൗപദിയെ പണയം വെക്കാനായി പറയുന്നത്. അങ്ങനെ ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ദുര്യോധനൻ ആജ്ഞാപിക്കുന്ന ഭാഗം മുതൽ നമുക്കൊന്ന് വിശദമായി നോക്കാം. അങ്ങനെ യുധിഷ്ഠിരൻ തലകുനിച്ചിരിക്കുന്ന ആ സമയത്ത് ദുര്യോധനൻ ദ്രൗപദിയെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഭൃത്യൻ തിരിച്ചു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ദ്രൗപദിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ദ്രൗപദി വന്നില്ല. കാരണം ദ്രൗപദി രജസ്വലയാണ്. ഒറ്റമുണ്ടുടുത്ത് അന്തഃപുരത്തിൽ കഴിയുകയാണ്. ഇതു കേട്ട് കണ്ണു ചുവപ്പിച്ച് ദുര്യോധനൻ ദുശാസനനോട് പറഞ്ഞു, അനുജ, നീ തന്നെ പോയി ദ്രൗപദിയെ പിടിച്ചുകൊണ്ടുവാ. തോറ്റ് തുന്നം പാടിയിരിക്കുന്ന പാണ്ഡവർ നിന്നെ ഒരു ചുക്കും ചെയ്യുകയില്ല. ജ്യേഷ്ഠൻ്റെ ആജ്ഞ കേട്ട മാത്രയിൽ ദുശാസനൻ പാണ്ഡവരുടെ വീട്ടിലെത്തി ദ്രൗപദിയോട് പറഞ്ഞു, കൃഷ്ണേ, നടക്ക്. നിന്നെ ഞങ്ങൾ പണയവസ്തുവാക്കി കൈക്കലാക്കിയിരിക്കുകയാണ്. ഇനി നിനക്ക് നാണമൊന്നും വേണ്ട. അവിടെ വന്ന് ദുര്യോധനൻ്റെ മുഖത്തു നോക്കണം. എടി സുന്ദരി, ധാർമ്മികമായി തന്നെയാണ് ഞങ്ങൾ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നേരെ സഭയിലേക്ക് നടന്നോ. കൗരവന്മാർക്ക് ഇനി നീ ദാസ്യം ചെയ്യേണ്ടി വരും. ദുശാസനൻ്റെ ഹീനമായ ഈ വാക്കുകൾ ദ്രൗപദിയുടെ ഹൃദയത്തെ ദുഃഖം കൊണ്ട് ആർദ്രമാക്കി. കണ്ണുനീര് വീണ് അവളുടെ മുഖം മലിനമായി. ആർത്തഭാവം കൊണ്ട് മുഖം കുനിച്ച അവൾ ധൃതരാഷ്ട്രരുടെ റാണിമാരുടെ വാസസ്ഥലം ലക്ഷ്യമാക്കി ഓടി. പാപിയായ ദുശാസനൻ ക്രോധം കൊണ്ട് മതിമറന്ന് അവളെ അധിക്ഷേപിച്ചുകൊണ്ട് പുറകെ ഓടി. ദ്രൗപദിയുടെ കണങ്കാലറ്റം നീളമുള്ള നീലാഭമായ കേശഭാരത്തെ കടന്നു പിടിച്ചു. ഒരനാഥ പെണ്ണിനെ എന്നതുപോലെ ദ്രൗപദിയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ദുശാസനൻ സഭയിലേക്ക് നടന്നു. മനോഹരമായ പാഞ്ചാലിയുടെ ആ കേശം രാജസൂയ യജ്ഞാന്തമുള്ള അപഭൃത സ്നാനവേളയിൽ മന്ത്രോച്ചാരണപൂർവം തെളിയിക്കപ്പെട്ട ജലം കൊണ്ട് നനഞ്ഞതായിരുന്നു. ദുശാസനൻ മുടിക്കു പിടിച്ചു വലിച്ചുകൊണ്ടുപോയ ദ്രൗപദി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ധൈര്യം അവലംബിച്ച ആ സ്ത്രീരത്നം വിളിച്ചു പറഞ്ഞു, എടാ മൂഢനും ദുരാത്മാവുമായ ദുശാസന, ഞാൻ രജസ്വലയാണടാ. ഒരു വസ്ത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. ഈ അവസ്ഥയിൽ നീ എന്നെ സഭയിൽ കൊണ്ടുപോകരുത്. ദ്രൗപദിയുടെ വാക്കുകൾ ദുശാസനൻ ചെവിക്കൊണ്ടില്ല എന്നത് പോകട്ടെ, അവളുടെ തലമുടിയിൽ അയാൾ ഒന്നും കൂടി ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടി ദ്രുപദപുത്രി, നീ രജസ്വലയോ ഒരു വസ്ത്രം ധരിച്ചവളോ വസ്ത്രമില്ലാത്തവളോ ആകട്ടെ,
ഞങ്ങൾ നിന്നെ ചൂതിൽ ജയിച്ചതാണ്. നീ ഞങ്ങളുടെ ദാസിയാണ്. ഇനി നിനക്ക് നീചജാതിയിൽപ്പെട്ട സ്ത്രീകളെ പോലെ ഞങ്ങളുടെ ദാസിമാരോടൊപ്പം കഴിയാം. ദുശാസനൻ ദ്രൗപദിയെ വീണ്ടും സഭയിലേക്ക് വലിച്ചിഴച്ചു. ദുശാസനൻ പിടിച്ചു വലിച്ചുകൊണ്ട് ദ്രൗപദിയുടെ കേശഭാരം പിരിഞ്ഞു പോയിരുന്നു. ഉടുവസ്ത്രം അല്പം താഴോട്ട് അയഞ്ഞു പോയിരുന്നു. നാണക്കേടിൽ നിന്നും ജ്വലിക്കുന്ന കോപത്തിൽ വിതുമ്പി നിന്ന അവൾ ധൈര്യം അവലംബിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ദുഷ്ട, ശാസ്ത്ര പണ്ഡിതന്മാരും യാജ്ഞികന്മാരും ഇന്ദ്രനു തുല്യമായ ഭരണാധികാരികളും എൻ്റെ ഗുരുജനങ്ങളും ഈ സഭയിലിരിക്കുന്നു. ഈ മഹാന്മാരുടെ മുമ്പിൽ ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ നിൽക്കും? എടാ പരമദ്രോഹി, എൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കരുത്. എൻ്റെ വസ്ത്രം അഴിച്ചിടരുത്. ഈ നീചന് ധർമ്മഭയം ഇല്ലേ? ഇന്ദ്രൻ നിന്നെ രക്ഷിക്കാൻ വന്നാൽ പോലും പാണ്ഡവരുടെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടില്ലടാ. ധർമ്മരാജനായ യുധിഷ്ഠിരൻ ധർമ്മപദത്തിൽ നിന്നും തെല്ലും വ്യതിചലിക്കുന്നവനല്ല. അദ്ദേഹം ധർമ്മത്തിൻ്റെ സൂക്ഷ്മതത്വം അറിയുന്നവനാണ്. ഞാൻ അദ്ദേഹത്തിൽ ഗുണോപരി ഗുണങ്ങൾ കാണുന്നു. ദോഷത്തിൻ്റെ കണിക പോലും അദ്ദേഹത്തിൽ തീണ്ടിയിട്ടില്ല. കഷ്ടം കഷ്ടം, ഭാരതവംശത്തിൻ്റെ അധപ്പതനം. ഈ ദുര്യോധനാദികൾ ക്ഷത്രിയത്വത്തിന് തന്നെ കളങ്കമായിരിക്കുകയാണ്. സഭയിലിരിക്കുന്ന കൗരവന്മാർ കുലമര്യാദയുടെ നേരെ എന്തേ കണ്ണടയ്ക്കുന്നു? ദ്രോണരും ഭീഷ്മ പിതാമഹനും വിതുരരും എല്ലാവരും ഈ സഭയിലുണ്ടല്ലോ. അവരുടെ ആത്മബലം എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരും കൊടും പാപത്തിൽ ചാലിച്ച ഈ അധർമ്മം നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ക്രോധം ആളിക്കത്തുന്ന പാണ്ഡവരെയും നോക്കിയാണ് ദ്രൗപദി ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇത് അവരിൽ ആളിക്കത്തുന്ന ക്രോധാഗ്നികൾക്ക് എണ്ണ ഒഴിക്കലായി മാറി. തങ്ങളുടെ സർവസ്വവും രാജ്യവും തന്നെ ചൂത് പണയമായി വെച്ച് തോറ്റതിൽ അവർക്കുണ്ടായ ദുഃഖത്തിൻ്റെ 1000 മടങ്ങു ദുഃഖം പാഞ്ചാലിയുടെ ഈ ദയനീയാവസ്ഥ നേരിൽ കണ്ട അവർക്കുണ്ടായി. പാണ്ഡവന്മാരെ മാറി മാറി നോക്കി ദുശാസനൻ പാഞ്ചാലിയുടെ ഉടുതുണി പിടിച്ചു വലിച്ചു. ഹരേ കൃഷ്ണ. കൂടെ കൂടെ അയാൾ അട്ടഹസിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു, എടീ ദാസി, എടീ ദാസി. എന്നിട്ട് ആഹ്ലാദത്തിമർപ്പിൽ പൊട്ടിച്ചിരിക്കുന്നു. പൂർണ്ണ സഭയുടെ മുമ്പാകെ അരങ്ങേറിയ പൈശാചികമായ ആ സംഭവത്തെ കർണൻ ന്യായീകരിച്ചു. ശകുനി ആ ഹീന സംഭവം ന്യായീകരിക്കുക മാത്രമല്ല പ്രശംസിക്കുക കൂടി ചെയ്തു. ദുശാസനനും കർണനും ശകുനിയും ഒഴികെ മറ്റാരും ഈ ഹീനകൃത്യത്തെ നേരിട്ട് അനുകൂലിച്ചില്ല. ദുഃഖഭാരം കൊണ്ട് അവരുടെ ശിരസ്സുകൾ കുനിഞ്ഞുപോയി. ദ്രൗപദി പറഞ്ഞു, ക്രൂരന്മാരായ ഈ പാപികൾ പാണ്ഡവരുടെ ഐശ്വര്യത്തിലുള്ള അസഹിഷ്ണുത കൊണ്ട് ധർമ്മരാജനെ ചൂതാട്ടത്തിന് പാത്രമാക്കുകയും അദ്ദേഹത്തിൻ്റെ ധനം വഞ്ചിച്ച് കൈക്കലാക്കുകയും ചെയ്തിരിക്കുന്നു. ധനവും രാജ്യവും പണയം വെച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഹോദരന്മാരെയും തന്നെയും പിന്നെ എന്നെയും ചൂതിന് പണയം വെച്ചു. എനിക്കിവിടെ ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. ധാർമ്മികമായി മഹാരാജാവിന് എന്നെ പണയം വെക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നോ? ഈ സഭയിൽ അനേകം മഹാന്മാർ ഇരിപ്പുണ്ടല്ലോ. എൻ്റെ ഈ സംശയത്തിന് ഇവർ ശരിയായ ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. പാണ്ഡവരുടെ ദുഃഖവും ദ്രൗപദിയുടെ നാഥനില്ലാത്ത അവസ്ഥയും കണ്ടിട്ട് ധൃതരാഷ്ട്രയുടെ മകനായ വികർണൻ ഇപ്രകാരം പറഞ്ഞു, ഹേ സഭാവാസികളെ, ദ്രൗപദിയുടെ ഈ ചോദ്യത്തിന് നന്നായി ചിന്തിച്ചു വേണം ഉത്തരം പറയാൻ. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പിശകിയാൽ ഉത്തരദാതാവ് നരകത്തിൽ പതിക്കും. ഭീഷ്മപിതാമഹനും അച്ഛനും മഹാപണ്ഡിതനായ വിതുരരും
ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാതിരിക്കുന്നത്? ആചാര്യ ദ്രോണരും കൃപാചാര്യരും എന്തുകൊണ്ട് മൗനം വെടിയുന്നില്ല? രാജാക്കന്മാർ ഇവിടെ അനേകം പേരുണ്ടല്ലോ, അവരാരും എന്തേ ഈ സമസ്യയ്ക്കൊരു പരിഹാരം കാണാത്തത്? ദ്രൗപദിയുടെ ഈ പ്രശ്നത്തിന് ഓരോരുത്തരും അഭിപ്രായം പറയുക തന്നെ വേണം. ഈ നിലയിൽ വികർണൻ ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ആരും ഒരക്ഷരം പോലും ഉരിയാടിയില്ല. വികർണൻ കൈമലർത്തി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഹേ കൗരവരെ, നിങ്ങൾ ഉത്തരം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യൂ. ഈ വിഷയത്തിൽ എൻ്റെ അന്ധകരണം മന്ത്രിക്കുന്ന ന്യായമായ കാര്യം വിളിച്ചു പറയാതെ ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ശ്രേഷ്ഠന്മാരായ മഹാന്മാരെ, രാജാക്കന്മാർക്ക് 4 കാര്യത്തിൽ അശക്തിയുണ്ട്. മൃഗയാവിനോദം, മദ്യപാനം, ചൂതുകളി, സ്ത്രീ സേവ എന്നിവയാണ് അവ. ഇവയിൽ ആസക്തനാകുന്നവൻ അധപ്പതിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചൂതാളന്മാർ യുധിഷ്ഠിരനെ ചൂതിന് വിളിച്ചു വരുത്തി. ആ രാജാവാകട്ടെ ചൂതുകളിയിലെ ആസക്തി മൂലം ദ്രൗപദിയെ പോലും പണയം വെച്ചു. ഈ ദ്രൗപദി യുധിഷ്ഠിരൻ്റെ മാത്രം സ്വന്തമല്ല, മറ്റു 4 പാണ്ഡവന്മാർക്കും അവളിൽ തുല്യ അവകാശമാണ്. ഈ വിഷയത്തിൽ അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. യുധിഷ്ഠിരൻ സ്വയം പണയപ്പെടുത്തിയ ശേഷമാണ് ദ്രൗപദിയെ പണയം വെച്ചത്. അതുകൊണ്ട് ദ്രൗപദിയെ ചൂതിന് പണയം വെക്കാൻ യുധിഷ്ഠിരന് അവകാശമില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. എല്ലാ വസ്തുവകകളും യുധിഷ്ഠിരൻ സ്വയം പണയം വെച്ചതുപോലെയല്ല ദ്രൗപദിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ശകുനി ആവശ്യപ്പെട്ടതനുസരിച്ച് ദ്രൗപദിയെ പണയം വയ്ക്കുകയായിരുന്നു. ഈ വക കാര്യങ്ങളെല്ലാം കുലംകുഷമായി പരിശോധിച്ചതിൽ ഞാനൊരു കാര്യം തീർപ്പാക്കുന്നു. ദ്രൗപദി ഇവിടെ ഒരു പണയവസ്തുവല്ല. ദ്രൗപദിയെ പണയം വെക്കാൻ സാധിക്കുകയില്ല. വികർണൻ്റെ ഈ വാക്കുകൾ സദസ്യർ ഒന്നടങ്കം സ്വീകരിച്ചു. ധാരാളം പേർ ശകുനിയെ നിന്ദിക്കാൻ തുടങ്ങി. സഭ ഇളകി മറിഞ്ഞു. സർവത്ര ബഹളം. കോലാഹലങ്ങൾ തെല്ലൊന്ന് കെട്ടടങ്ങിയപ്പോൾ കോപക്രാന്തനായ കർണൻ വികർണൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വികർണ, നീ എന്തിനാണ് കാര്യങ്ങളെ വളച്ചൊടിച്ച് സമർത്ഥിച്ചത്? അരണിയിൽ നിന്നുണ്ടാകുന്ന ഒരു അഗ്നിസ്ഫുരണം അഗ്നിപ്രളയത്തിന് വഴിവെക്കുന്നത് പോലെ നീ വിളിച്ചു പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് വംശനാശം വരുത്തുമല്ലോ. ദ്രൗപദി പലതവണ കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചിട്ടും ഈ മഹാസദസ്സിലെ ഒരുവൻ പോലും ഉത്തരം പറയാഞ്ഞത് നീ കണ്ടില്ലേ? നിയമാനുസൃതം പണയപ്പെട്ടവളാണ് ദ്രൗപദി. അതുകൊണ്ടാണ് മഹാന്മാരാരും അഭിപ്രായം പറയാതിരുന്നത്. നീ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഇതെല്ലാം വിളിച്ചു കൂവുകയാണ്. ഇത് ചെറിയ വായിലെ വലിയ വർത്തമാനമാണ്. നീ ദുര്യോധനൻ്റെ ഇളയ അനുജനല്ലേ? നീ ഇപ്പോൾ ധർമ്മത്തിൻ്റെ മർമ്മമൊന്നും പഠിച്ചിട്ടില്ല. അല്പജ്ഞനായ നിന്റെ തീരുമാനത്തിൽ എന്തു കഴമ്പിരിക്കുന്നു? യുധിഷ്ഠിരൻ തൻ്റെ സർവസ്വവും ചൂതിൽ അടിയറവ് വെച്ചില്ലേ? പിന്നെ എങ്ങനെയാണ് ദ്രൗപദി ജയിക്കുന്നത്? ആ സർവസ്വത്തിൻ്റെ കാര്യത്തിൽ ദ്രൗപദിയും ഉൾക്കൊള്ളുമെന്ന് നിനക്കറിയില്ലേ? ദ്രൗപദിയെ പണയം വെക്കുന്നത് പാണ്ഡവന്മാർക്ക് സമ്മതമായിരുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുമല്ല, ജജസ്വലയായ ദ്രൗപദിയെ സദസ്യരുടെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നുവെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറയാം. ദ്രൗപദി 5 പുരുഷന്മാരുടെ ഭാര്യയാണ്. അതുകൊണ്ട് അവൾ തികച്ചും വേശ്യയാണ്. അതുകൊണ്ട് ഉടുത്തോ ഉടുക്കാതെയോ അവളെ സദസ്സിൽ കൊണ്ടുവരാം. അതിൽ ദോഷമില്ല. ഈ നിലയിൽ പാണ്ഡവരും അവരുടെ സ്വത്തും അവരുടെ ഭാര്യയായ ദ്രൗപദിയും ചൂതിൽ വസൂലാക്കപ്പെട്ടവയാണ്. വീണ്ടും കർണൻ ദുശാസനനെ നോക്കി പറഞ്ഞു, ദുശാസന, ഈ വികർണന് ബാലത്വം വിട്ടുമാറിയിട്ടില്ല. അവനൊരു ജ്ഞാനവൃദ്ധനെ എന്ന വോണം ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു ചില കാര്യങ്ങൾ. അതൊന്നും
നീ ചെവിക്കൊള്ളേണ്ടതില്ല. അതിനാൽ ദ്രൗപദിയുടെ മാത്രമല്ല പാണ്ഡവരുടെയും വസ്ത്രം അഴിച്ചു കളയുക. കർണൻ്റെ ഈ അഭിപ്രായം കേട്ട മാത്രയിൽ പാണ്ഡവന്മാർ അവരുടെ ഉടുവസ്ത്രം അഴിച്ച് എറിഞ്ഞു. തുടർന്ന് ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. ദുശാസനൻ ദ്രൗപദിയുടെ ഉടുവസ്ത്രം പിടിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോൾ രക്ഷകരാരും ഇല്ലെന്ന് കണ്ട് മനം തൊന്ത ആ സ്ത്രീരത്നം ശ്രീകൃഷ്ണനെ നനച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃഷ്ണ ഗോവിന്ദ, ദ്വാരകാവാസിയായ ഭഗവാനെ, സച്ചിദാനന്ദ സ്വരൂപ, പ്രേമധന, ഗോപീവല്ലഭ, സർവശക്തി സ്വരൂപ, എൻ്റെ പ്രഭോ, കൗരവന്മാരിതാ എന്നെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്നേ. എല്ലാം അറിയുന്ന അങ്ങിതറിയുന്നില്ലേ? എൻ്റെ നാഥ, രാമനാഥ, പ്രജാനാഥ, സങ്കട നിവാരക, ഞാനിതാ നാണക്കേടിൻ്റെ ആഴക്കടലിൽ മുങ്ങിപ്പോകുന്നേ. അവിടുന്ന് എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. അവിടുന്ന് സച്ചിദാനന്ദ സ്വരൂപനായ മഹായോഗിയല്ലേ? പരമാത്മാവായ അങ്ങ് സമസ്തരുടെയും ജീവൻ ദാതാവാണ്. ഹേ ഗോവിന്ദ, ഞാൻ കൗരവന്മാരുടെ ദുഷ്ടവലയത്തിൻ്റെ പടുക്കുഴിയിൽ പെട്ടുകിടക്കുന്നു. അങ്ങയുടെ പാതാരവിന്ദങ്ങൾ മാത്രമാണ് എനിക്ക് ശരണം. എന്നെ അവിടുന്ന് രക്ഷിച്ചാലും രക്ഷിച്ചാലും രക്ഷിച്ചാലും. ത്രിഭുവനപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്മരണയിൽ തന്മയീഭാവം പൂണ്ട ദ്രൗപദി മുഖം പൊത്തി നിലവിളിക്കാൻ തുടങ്ങി. ആർത്തനാദം എത്രയോ അകലെ നിന്നായിട്ടും ഭഗവാൻ കൃഷ്ണൻ്റെ കർമ്മപുടത്തിൽ വന്നു പതിച്ചു. ഭക്തജനവല്ലഭനായ ഭഗവാന്റെ ഹൃദയം കരുണാരസം കൊണ്ട് വിതുമ്പി. ഭക്തിയോടുള്ള പ്രേമ പാരവശ്യം കൊണ്ട് അദ്ദേഹം ദ്വാരകയെയും ലക്ഷ്മി ദേവിയെയും എന്നുവേണ്ട അന്നപാനാദികൾ പോലും മറന്നുപോയി. ഭക്തവത്സലനായ അദ്ദേഹം കരുണാർദ്ദമായ ആ ധ്വനിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് ഓടിയെത്തി ദ്രൗപദിയുടെ സമീപത്തെത്തി. ആ സമയം അപമാനത്തിൻ്റെ ക്രൂരമായ അമ്പുകളിൽ ഏതു നിമിഷവും കോർക്കപ്പെട്ടു പോകും എന്ന നിലയിൽ നിന്ന ദ്രൗപദി കൃഷ്ണ കൃഷ്ണ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അന്യരുടെ കണ്ണിൽപ്പെടാതെ അവിടെ എത്തിയ ഭഗവാൻ അനേകം പട്ടുടയാടകൾ കൊണ്ട് ദ്രൗപദിയുടെ മാനം കാത്തുകൊണ്ടേയിരുന്നു. ദുരാത്മാവായ ദുശാസനൻ ദ്രൗപദിയെ നഗ്നയാക്കി അധിക്ഷേപിക്കാൻ പിടിച്ചഴിച്ച വസ്ത്രത്തിന് കണക്കില്ലായിരുന്നു. എത്ര വസ്ത്രങ്ങൾ അഴിച്ചു വന്നോ അത്രയും തന്നെ വസ്ത്രങ്ങൾ ദ്രൗപദിയെ പൊതിഞ്ഞു നിന്നു. അഴിച്ചു മാറ്റിയ വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ കാണാമായിരുന്നു. ധന്യം തന്നെ, ധർമ്മത്തിൻ്റെ മഹത്വം അത്ഭുതം തന്നെ, ശ്രീകൃഷ്ണൻ്റെ കൃപ അനിർവചനീയം. മഹാസദസ്സിൻ്റെ നാലു പാടുനിന്നും ഒച്ചപ്പാടുകൾ ഉണ്ടായി. സദസ്യർ ഒന്നടങ്കം ദുശാസനനെ നിന്ദിച്ചു. ദുര്യോധനനെയും കർണനെയും നിന്ദിച്ചു. തുടർന്ന് പരമസ്വാത്വികയായ ദ്രൗപദിയെ പ്രശംസിക്കാനും തുടങ്ങി. ഈ സമയം ഭീമസേനൻ കോപം കൊണ്ട് പ്രകമ്പനം കൊള്ളുകയായിരുന്നു. കൈകൾ തിരുമ്പിക്കൊണ്ട് ഗർജനസ്വരത്തിൽ ഭീമസേനൻ ഇപ്രകാരം ശപഥം ചെയ്തു. ദേശദേശാന്തരങ്ങളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന രാജപ്രമുഖന്മാരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഇത്തരത്തിലുള്ള വാക്കുകൾ മുമ്പൊരിക്കലും ഒരുവനും ഉച്ചരിച്ചു കാണുകയില്ല, മേലിലും ഒരുവൻ ഉച്ചരിക്കുകയുമില്ല. ഇത് വെറും വാക്കല്ല. ഞാൻ ഈ പറയാൻ പോകുന്നത് പ്രാവർത്തികമാക്കുകയില്ലെങ്കിൽ എനിക്ക് വീരഗതി ഉണ്ടാകാതെ പോകട്ടെ. ഞാനിതാ ആണയിട്ട് പറയുന്നു, ഭാരതകുലത്തിന് കളങ്കമായ പാപിയായ ദുരാത്മാവായ ഈ ദുശാസനനെ നേരിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിച്ച് ഞാൻ അവൻ്റെ വക്ഷസ്ഥലം പിളർന്ന് ചുടുനിണം പാനം ചെയ്യും. ഭീമസേനൻ്റെ ഭീതിജനകമായ ഈ ശപഥം കേട്ടവർക്കെല്ലാം രോമാഞ്ചമുണ്ടായി. സഭയാകെ
ഭീമനെ പ്രശംസിച്ചു, ദുശാസനനെ നിന്ദിച്ചു. ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചു വലിച്ച് ആ സമയം ദുശാസനൻ തളർന്നു പോയിരുന്നു. തൻ്റെ ഉദ്യമത്തിൽ പരാജയം സമ്മതിച്ച അയാൾ നാണം കെട്ട് തറയിൽ ഇരുന്നു. നാലുപാടും നിന്ന് ആളുകൾ ദുശാസനനെ കൂകി വിളിച്ചു. ദുശാസനൻ കാട്ടിയത് തെമ്മാടിത്തരം തെമ്മാടിത്തരമെന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആളുകൾ കയർത്തു ചോദിക്കാൻ തുടങ്ങി. ദ്രൗപദി ഉന്നയിച്ച ന്യായമായ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് കൗരവന്മാർ ഉത്തരം പറയുന്നില്ല? അയ്യയ്യേ, ഇത് നാണക്കേടു തന്നെ, ഇവന്മാർ നാണം കെട്ടവർ തന്നെ. തുടർന്ന് ധർമ്മത്തിൻ്റെ മർമ്മജ്ഞനായ വിതുരർ എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ സഭാജനങ്ങളെ, ഭവാന്മാരുടെ മുമ്പിൽ ദ്രൗപദി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു അനാഥയെന്നോണം കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഭവാന്മാരിലാരും അവൾ ഉന്നയിച്ച പ്രശ്നത്തിന് ഉത്തരം കൊടുത്തില്ല. അത് അധർമ്മമാണ്. ആർത്തന്മാർ ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ എരിപുരിക്കൊണ്ടാണ് സഭയെ ശരണം പ്രാപിക്കുന്നത്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗമനുസരിച്ച് സദസ്യർ അവൾക്ക് ശാന്തി കൊടുക്കേണ്ടതായിരുന്നു. ശ്രേഷ്ഠ പുരുഷന്മാർ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധർമ്മസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതു തന്നെ. ഇതാ വികർണൻ തൻ്റെ ബുദ്ധിക്കൊത്ത് പ്രശ്നങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുന്നു. അതിനാൽ ഭവാന്മാരും സത്യത്തിനും ധർമ്മത്തിനും ച്യുതി വരാതെ ദ്രൗപദിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. സഭയിൽ ഉന്നയിക്കപ്പെട്ട ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നില്ലെങ്കിൽ ആ സഭാവാസികളും കള്ളം പറഞ്ഞതിൻ്റെ പാപഫലം അനുഭവിക്കണം. സത്യം പറയാതിരുന്നാൽ പോലും പാപമുണ്ടെങ്കിൽ അസത്യം പറഞ്ഞാൽ പാപത്തിൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒരു ചരിത്ര സംഭവം ഓർമ്മിപ്പിക്കാം. വിതുരർ ആ ഇതിഹാസം ചൊല്ലിക്കേൾപ്പിച്ചു. ഒരിക്കൽ ദൈത്യരാജനായ പ്രഹ്ലാദൻ്റെ മകൻ വിരോചനനും അങ്കിരാ ഋഷിയുടെ പുത്രനായ സുധന്വാവും തമ്മിൽ ഒരു കന്യകയെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ കലഹമുണ്ടായി. ഞാനാണ് ശ്രേഷ്ഠൻ, അതുകൊണ്ട് കന്യകയെ എനിക്ക് തന്നെ ലഭിക്കണം എന്നതായിരുന്നു ഇരുവരുടെയും വാദങ്ങൾ. വിവാദത്തിന് തീർപ്പ് കൽപ്പിക്കാൻ അവർ രണ്ടുപേരും തിരഞ്ഞെടുത്തത് പ്രഹ്ലാദനെ ആയിരുന്നു. രണ്ടുപേരും പ്രഹ്ലാദനെ സമീപിച്ചു പറഞ്ഞു: ഞങ്ങളിൽ ആരാണ് ശ്രേഷ്ഠനെന്ന കാര്യം അവിടുന്ന് ആലോചിച്ച് തീർപ്പാക്കണം. തോൽക്കുന്നയാൾ പ്രാണത്യാഗം ചെയ്യുമെന്നാണ് പന്തയം. പ്രഹ്ലാദൻ ആകപ്പാടെ വെട്ടിലായി. സത്യം പറഞ്ഞാൽ പുത്രൻ്റെ പ്രാണൻ പോകും, അസത്യം പറഞ്ഞാൽ ധർമ്മത്തിന് ക്ഷതം സംഭവിക്കും. ഒന്നും നിശ്ചയിക്കാൻ കെൽപ്പില്ലാതെ പ്രഹ്ലാദൻ കശ്യപ മഹർഷിയുടെ അടുക്കലെത്തി ചോദിച്ചു: ഹേ മഹർഷേ, അവിടുന്ന് ദേവതമാരുടെയും അസുരന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും ധർമ്മകാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ധർമ്മസങ്കടത്തിൽ പെട്ട് ഉഴലുകയാണ്. ആരുടെയെങ്കിലും പ്രശ്നത്തിന് ഉത്തരം പറയാതിരുന്നാലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഏതെങ്കിലും ചോദ്യത്തിന് ഏതെങ്കിലും ഉത്തരം പറഞ്ഞാലോ എന്തു ഗതിയാണ് ഉണ്ടാവുക? കശ്യപൻ പറഞ്ഞു: രാഗദ്വേഷാദികളാൽ ഒരുവൻ മനഃപൂർവമായിട്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ ശരിയായ ഉത്തരം പറയുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യത്തിന് തോന്നുന്ന ഉത്തരം പടച്ചുവിടുകയോ ചെയ്യുന്നതാണെങ്കിൽ അയാൾ വരുണൻ്റെ 1000 പാശങ്ങൾ കൊണ്ട് കെട്ടി വരിയപ്പെടും. അതുകൊണ്ട് സത്യമായ ഉത്തരം ഒരുവന് അറിയാമെങ്കിൽ അയാൾ അതുതന്നെ പറഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു സഭയിൽ അധർമ്മം കൊണ്ട് ധർമ്മത്തെ അടിച്ചിരുത്തിയാൽ അല്ലെങ്കിൽ അധർമ്മത്തെ തടയുന്നില്ലെങ്കിൽ ആ സഭാവാസികൾ മൊത്തത്തിൽ പാപികളായിത്തീരും. ഏതെങ്കിലും ഒരു സഭയിൽ അന്യായക്കാരനായ ഒരുവൻ നിന്ദിക്കപ്പെടുന്നില്ല എങ്കിൽ ആ സഭാനായകനാണ് പകുതി പാപം, 1/4 പാപം
നിന്ദിക്കപ്പെടേണ്ട പുരുഷന്, ബാക്കി കാൽഭാഗം സദസ്യർക്ക്. നീചനായ ഒരു പുരുഷൻ നിന്ദിക്കപ്പെട്ടാൽ അവിടെ സഭാനായകനും സദസ്യരും പാപത്തിൽ നിന്ന് മോചിതരാകും. പാപം മുഴുവൻ നീചനിൽ മാത്രമേ തങ്ങുകയുള്ളൂ. പ്രഹ്ലാദ, ആരാണോ മനഃപൂർവ്വം ധാർമ്മികമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ധർമ്മവിരുദ്ധമായി പറയുന്നത്, അവൻ്റെ പൂർവ 7 തലമുറയും ഭാവി തലമുറ 7 ധർമ്മം നഷ്ടപ്പെട്ടവരായിത്തീരും. സുഹൃത്തുക്കളെ ചതിക്കുന്നത് വലിയ ദുഃഖത്തിന് കാരണമാണ്. കള്ളം പറയുന്ന ഒരുവൻ ചതിയന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ പാപം അനുഭവിക്കും. ഒരു കാര്യം നേരിട്ട് കണ്ടും കേട്ടും അല്ലെങ്കിൽ അറിഞ്ഞും ധർമ്മമാണോ അധർമ്മമാണോ എന്ന് തീരുമാനിച്ച് സാക്ഷി പറയാം. സത്യവാദിയായ സാക്ഷിയുടെ ധർമ്മവും അധർമ്മവും ഒന്നും നഷ്ടപ്പെടുകയില്ല. കശ്യപന്റെ വാക്കുകൾ കേട്ട് ദൈത്യരാജനായ പ്രഹ്ലാദൻ തൻ്റെ പുത്രനോട് പറഞ്ഞു, മകനെ വിരോചന, സുധന്വാവിൻ്റെ അച്ഛൻ എന്നേക്കാളും മഹാനാണ്. അവൻ്റെ അമ്മയും നിന്റെ അമ്മയേക്കാൾ ശ്രേഷ്ഠ തന്നെ. അതുപോലെ സുധന്വാവും നിന്നേക്കാൾ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഈ സുധന്വാവിനാണ് നിന്റെ പ്രാണന്റെ യജമാനൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിന്റെ പ്രാണൻ എടുക്കാം, അത് വിട്ടുതരികയും ചെയ്യാം. പ്രഹ്ലാദന്റെ സത്യപാരായണം കണ്ട് പ്രസന്നചിത്തനായ സുധന്വാവ് പറഞ്ഞു, ഹേ പ്രഹ്ലാദ, അവിടുന്ന് പുത്രപ്രേമം കൊണ്ടുപോലും ധർമ്മത്തിന് ക്ഷതം വരുത്തിയില്ല. ധർമ്മ സംരക്ഷണത്തിൽ ഉറച്ചവനായി തന്നെ അങ്ങ് നിലകൊണ്ടു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മകൻ വിരോചനന് 100 വർഷം ജീവിച്ചിരിക്കാനുള്ള ആശീർവാദം കൊടുക്കുന്നു. ധർമ്മത്തിൽ ഉറച്ചു നിന്നവനായതുകൊണ്ട് തൻ്റെ പുത്രനെ മൃത്യുവിൽ നിന്നും രക്ഷിക്കാനും പ്രഹ്ലാദന് കഴിഞ്ഞു. ഹേ സഭാവാസികളെ, അതുകൊണ്ട് നിങ്ങൾ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ദ്രൗപദിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവിൻ. വിതുരരുടെ ഈ വിശദീകരണം കേട്ടിട്ടും സദസ്യരിൽ നിന്നും ആരും ഒന്നും മിണ്ടിയില്ല. കർണൻ വിളിച്ചു പറഞ്ഞു, അനുജ, ദുശാസന, ഈ ദാസിയായ ദ്രൗപദിയെ നീ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകൂ. കർണൻ്റെ ഈ ഉത്തരവ് കിട്ടിയുടൻ ദുശാസനൻ സദസ്സ് നോക്കി നിൽക്കെ തന്നെ ദ്രൗപദിയെ പിടിച്ചു വലിച്ചു. നാണക്കേടുകൊണ്ട് വിറപൂണ്ട അവൾ പാണ്ഡവന്മാരെ നോക്കി പറഞ്ഞു, മുമ്പ് എൻ്റെ പുറത്തൊന്ന് കാറ്റ് തട്ടിയാൽ മതി, ഈ പാണ്ഡവന്മാർ സഹിച്ചിരുന്നില്ല. ഇന്നിതാ അവർ നോക്കി നിൽക്കെ കൗരവന്മാർ എന്നെ പിടിച്ചു വലിക്കുന്നു. അവരിതാ ശാന്തരായി ഇതു കണ്ട് സഹിച്ചിരിക്കുന്നു. ഞാൻ കൗരവന്മാരുടെ പുത്രിക്ക് തുല്യയായ പുത്രവധുവാണ്. എന്നാൽ ഇപ്പോൾ ഈ ദുർഗതിയിൽ പെട്ടിരിക്കുന്ന എന്നെ രക്ഷിക്കുന്നതായി കാണുന്നില്ല. ഇത് കാലികമായ കെടുതിയായിരിക്കാം. ഒരു പെണ്ണായ എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്? ഇത്രയും ആണുങ്ങൾ നോക്കി നിൽക്കെ ഞാൻ പിടിച്ചു വലിച്ച് ഇഴയ്ക്കപ്പെട്ടിരിക്കുന്നു. ഹേ രാജാക്കന്മാരെ, നിങ്ങളുടെ ധർമ്മം എങ്ങോട്ട് പോയി? ഞാൻ പാണ്ഡവരുടെ സഹധർമ്മിണിയും ദൃഷ്ടദ്യുമ്നൻ്റെ സഹോദരിയുമാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ്റെ കൃപാപാത്രവുമാണ്. അയ്യോ കഷ്ടം, എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരാപത്ത് എനിക്ക് എങ്ങനെ വന്നു പെട്ടുവെന്ന്. ഹേ കൗരവന്മാരെ, ഞാൻ ധർമ്മരാജൻ്റെ ഭാര്യയും ക്ഷത്രിയ സ്ത്രീയുമാണ്. നിങ്ങൾ എന്നെ ദാസിയെന്നോ അല്ലെങ്കിൽ വായിൽ തോന്നുന്നത് എന്തു വേണമെങ്കിലും വിളിച്ചുകൊള്ളുക. എന്തൊക്കെ ആജ്ഞാപിക്കാമോ അതെല്ലാം ആജ്ഞാപിക്കുകയും ചെയ്തു. ഞാൻ അതെല്ലാം വേണമെങ്കിൽ അനുസരിക്കാം. എന്നാൽ ഈ ദുശാസനൻ്റെ പ്രവർത്തികൾ എന്നിലേൽപ്പിച്ച ആഘാതവും അതുകൊണ്ട് എനിക്കുണ്ടായ ദുഃഖവും ഞാൻ ഒരിക്കലും മറക്കുകയും പൊറുക്കുകയുമില്ല. നിങ്ങൾ എന്നെ ജയിച്ചതായി സങ്കല്പിച്ചാലും അല്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല. ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാലും അത് ഞാൻ ചെയ്തേക്കാം. ഭീഷ്മപിതാമഹൻ ഇത് കേട്ട് മറുപടി പറഞ്ഞു, ഹേ കല്യാണി, ധർമ്മത്തിൻ്റെ ഗതി അത്യന്തം ഗഹനമാണ്. വലിയ വലിയ മഹാന്മാരും ബുദ്ധിമാന്മാരും പോലും
ധർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നതിൽ നിന്നും പരാജയപ്പെടുന്നു. അതിശക്തമായ ധർമ്മം പോലും അധർമ്മം തലപൊക്കുന്ന വേളയിൽ തഴയപ്പെടുന്നതായി കാണുന്നു. ഭവതിയുടെ ചോദ്യങ്ങൾ അത്യന്തം സൂക്ഷ്മവും ഗഹനവും ഗൗരവപൂർണവുമാണ്. അതിനൊരു തീർപ്പ് കൽപ്പിക്കുക അസാധ്യമാണ്. കൗരവന്മാർ ലോഭമോഹാദികൾ കൊണ്ട് ഇപ്പോൾ സുഭദത്തിലല്ല. ഈ കെടുതികൾ എല്ലാം അടുത്തു വരാൻ പോകുന്ന കുലനാശത്തിൻ്റെ മുന്നോടിയാണ്. നിന്റെ മഹത്തായ കുടുംബം എത്ര ദുഃഖവും വേദനയും വേണമെങ്കിലും സഹിക്കും. ധർമ്മം സംരക്ഷിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ഈ ദുർദശയിലും നീ ധർമ്മത്തിൻ്റെ നേരെ ഉറച്ചു നിൽക്കുന്നത് നിന്റെ കുലത്തിൻ്റെ യോഗ്യം തന്നെ. ധർമ്മത്തിൻ്റെ മർമ്മജ്ഞരായ ദ്രോണരും കൃപരും തലകുനിച്ച് ജീവശവങ്ങളെപ്പോലെ ഇരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ധർമ്മരാജനായ യുധിഷ്ഠിരൻ തന്നെ ഈ പ്രശ്നത്തിനൊരു ഉത്തരം തരട്ടെ. അതിനെ പ്രമാണമായി സ്വീകരിച്ചു കൊള്ളാം. നീ ചൂതിൽ പണയപ്പെട്ടുവോ ഇല്ലയോ? അതിനുള്ള ഉത്തരം യുധിഷ്ഠിരൻ പറയട്ടെ. സഭയിലെ മുഴുവൻ പേരും ദുര്യോധനനെ ഭയന്നുകൊണ്ടാണ് ദ്രൗപദിയുടെ കരുണാർദ്രമായ നിലവിളി കേട്ടിട്ടും ഒന്നും ഉരിയാടാത്തത്. ദുര്യോധനൻ പുഞ്ചിരിച്ചുകൊണ്ട് ദ്രൗപദിയോട് പറഞ്ഞു, മകളെ ദ്രൗപദി, നിന്റെ ചോദ്യം ഉദാരമതികളായ നിന്റെ ഭർത്താക്കന്മാരോട് തന്നെയാണ്. അവന്മാരെന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം തരാത്തത്? ഭീമാദികളായ 4 പേരും ഇപ്പോൾ സദസ്യർ കേൾക്കെ യുധിഷ്ഠിരന് നിന്നിൽ അധികാരമൊന്നുമില്ലെന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാനിപ്പോൾ ദാസീഭാവത്തിൽ നിന്നും മോചിപ്പിക്കാം. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട് കോപക്രാന്തനായി തീർന്ന ഭീമസേനൻ തൻ്റെ ദീർഘമായ ബാഹുക്കൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഹേ സഭാവാസികളെ, ഉദാര ശിരോമണിയായ യുധിഷ്ഠിരൻ ഞങ്ങളുടെ പുണ്യത്തിൻ്റെയും തപസ്സിൻ്റെയും എന്നുവേണ്ട ഞങ്ങളുടെ പ്രാണൻ്റെ തന്നെ സ്വാമിയാണ്. അദ്ദേഹം പരാജയപ്പെട്ടുവെന്ന് സ്വയം കരുതിയാൽ ഞങ്ങളും പരാജയപ്പെട്ടവർ തന്നെയാണ്. ഇക്കാര്യത്തിൽ പക്ഷാന്തരത്തിന് സ്ഥാനമില്ല. എന്നിൽ ഈ അടിമഭാവം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദുരാത്മാവായ ദുശാസനൻ ദ്രൗപദിയുടെ മുടിക്ക് കയറി പിടിക്കുമായിരുന്നില്ല. അവളെ തറയിൽ വലിച്ചിട്ട് കാലുകൊണ്ട് തട്ടുകയുമില്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ നീണ്ടുരുണ്ട ഈ ഇരുമ്പൻ കൈ നോക്കിയാലും ഈ കരവലയത്തിൽപ്പെട്ടാൽ ഇന്ദ്രൻ പോലും ചതഞ്ഞു പോകും. ഞാനിപ്പോൾ ധർമ്മപാശത്താൽ ബന്ധിതനാണ്. സാഹസത്തിൽ നിന്നും അർജുനൻ എന്നെ വിലക്കിയിരിക്കുന്നു. ധർമ്മരാജൻ്റെ മൗനമാണ് ഈ സങ്കടം തരണം ചെയ്യാനുള്ള ഉദ്യമത്തിൽ നിന്നും എന്നെ വിലക്കുന്നത്. ധർമ്മരാജൻ എനിക്ക് ചെറിയൊരു സൂചന തന്നിരുന്നുവെങ്കിൽ ഈ ക്ഷുദ്ര കൗരവന്മാരെ ഞാൻ ഞൊടിയിടയ്ക്കുള്ളിൽ കശക്കിക്കളയുമായിരുന്നു. ഭീമൻ ക്രോധാവേശത്താൽ ആളിക്കത്തുന്നത് കണ്ട് ഭീഷ്മദ്രോണ വിദുരാദികൾ പറഞ്ഞു, ഭീമസേന, അരുത്, ക്ഷമിക്കുക. നിനക്ക് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. ഈ സമയം ദുര്യോധനൻ യുധിഷ്ഠിരനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഹേ രാജാവേ, ഭീമനും അർജുനനും നകുലനും സഹദേവനുമെല്ലാം താങ്കൾ ചെയ്യുന്നത് ശരിവെക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ദ്രൗപദിയുടെ സമസ്യയ്ക്ക് പരിഹാരം പറയണം. ദ്രൗപദിയെ ചൂത് പണയമായി വെച്ച് നിങ്ങൾ പരാജയപ്പെട്ടോ ഇല്ലയോ അത് വ്യക്തമാക്കുക. ദുഷ്ടത കൊണ്ട് മത്തുപിടിച്ച ദുര്യോധനൻ യുധിഷ്ഠിരനോട് ഇപ്രകാരം ചോദിച്ചിട്ട് കർണനെ നോക്കി ചിരിച്ചു. തുടർന്ന് ഭീമസേനനെ അവഹേളിക്കാൻ വേണ്ടി ദുര്യോധനൻ തൻ്റെ ഇടത്തെ തുട വസ്ത്രം മാറ്റി ഭീമസേനനെ കാണിച്ചു. ഭീമസേനൻ്റെ കണ്ണുകൾ ചുവന്നു. അയാൾ അലറി അട്ടഹസിച്ചു. സഭാമണ്ഡലം കിടുങ്ങി. ആകാശം വരെ പ്രതിധ്വനിക്കുമാറ് അയാൾ പറഞ്ഞു, എടാ ദുര്യോധന, നീ നിന്റെ കാതു കുളിർക്കെ കേട്ടോ. യുദ്ധത്തിൽ ഞാൻ നിന്റെ തുടയറ്റം തല്ലി തകർത്തില്ലെങ്കിൽ എനിക്ക് ക്ഷത്രിയത്വം നഷ്ടപ്പെടട്ടെ. ക്രോധം കൊണ്ട് കലിതുള്ളുന്ന ഭീമസേനൻ്റെ രോമകൂപങ്ങളിൽ നിന്നും സ്വേദബിന്ദുക്കൾ നിർഗമിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം വിതുരർ സദസ്യരോട് പറഞ്ഞു, രാജാക്കന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ ഭീമസേനനിതാ
ആരിലും ഭയം ഉളവാക്കുന്ന തരത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇന്നത്തെ ഈ സംഭവം ഭാരതവംശത്തിൻ്റെ നാശഹേതുവാണ്. ഹേ ധൃതരാഷ്ട്രകുമാരന്മാരെ, നിങ്ങളുടെ ഈ ചൂതാട്ടം ചതിവ് നിറഞ്ഞതാണ്. എന്നിട്ട് പോലും നിങ്ങൾ ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഒരു സ്ത്രീയുടെ അഭിമാനം വെച്ച് വിലപേശുന്നു. നിങ്ങൾ നിങ്ങളുടെ സമസ്ത സുഹൃതങ്ങളും ഇതാ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ കുൽസിത മാർഗത്തിൽ കൂടി മാത്രമേ ചലിക്കുന്നുള്ളൂ. ധർമ്മത്തെക്കുറിച്ച് അല്പമൊന്ന് ആലോചിച്ചു നോക്കൂ. യുധിഷ്ഠിരൻ സ്വയം പണയപ്പെടുത്തുന്നതിനു മുമ്പ് ദ്രൗപദിയെ പണയം വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവളെയും ജയിച്ചതായി കണക്കാക്കാമായിരുന്നു. ചൂതുകളിയിൽ സ്വയം ചൂതുപണയമായി പണയപ്പെട്ട ശേഷം ദ്രൗപദിയെ ചൂതുപണയമായി വെക്കാൻ അയാൾക്ക് അവകാശമില്ല. ദ്രൗപദിയെ നിങ്ങൾ ചൂതുപണയമാക്കി ജയിച്ചു കഴിഞ്ഞുവെന്നുള്ള നിങ്ങളുടെ വാദം ഒരു സ്വപ്നം മാത്രമാണ്. ശകുനി പറയുന്നതും കേട്ട് ധർമ്മത്തെ സമൂലം ധ്വംസിക്കരുത്. ഈ തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ യജ്ഞശാലയിൽ നരികളും നായ്ക്കളും കഴുതകളും കഴുകന്മാരുമെല്ലാം അശുഭകരമായ ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ടേയിരുന്നു. ഭയാനകമായ നിലയിൽ കൂട്ടത്തോടെയുള്ള മൃഗങ്ങളുടെ ഓരി ഇടൽ കേട്ട് ഗാന്ധാരി പേടിച്ചുപോയി. ഭീഷ്മ ദ്രോണ കൃപാചാര്യന്മാർ സ്വസ്തി സ്വസ്തി എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. വിതുരരും ഗാന്ധാരിയും പരിഭ്രമിച്ച് രാജാവായ ധൃതരാഷ്ട്രോട് ഈ ദുശ്ശകുനത്തെക്കുറിച്ച് സൂചന കൊടുത്തു. ധൃതരാഷ്ട്രർ ദുര്യോധനനോട് വിളിച്ചു പറഞ്ഞു, ഹേ അഹങ്കാരി, നീ കാരണം ഇവിടെ ധർമ്മനാശം വന്നു ചേരുമല്ലോ. ഒരു നിമിഷം ഒന്നാലോചിച്ചിട്ട് ധൃതരാഷ്ട്രർ ദ്രൗപദിയെ സ്വാന്തനപ്പെടുത്തുന്ന നിലയിൽ പറഞ്ഞു, മരുമകളെ, നീ പരമപവിത്രയാണ്. എൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരിൽ വെച്ച് നീ സർവശ്രേഷ്ഠയാണ്. നിനക്കിഷ്ടമുള്ള തീരുമാനം എടുത്തുകൊള്ളുക. ഇത് കേട്ട് ദ്രൗപദി പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എനിക്ക് വരം തരികയാണെങ്കിൽ ധർമാത്മാവായ സാമ്രാട്ട് യുധിഷ്ഠിരൻ്റെ ദാസഭാവത്തിൽ നിന്നുള്ള മോചനം ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ ഓമനപുത്രൻ പ്രതിബന്ധ്യനെ ആരും തന്നെ ദാസപുത്രനെന്ന് വിളിക്കാതിരിക്കണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, കല്യാണി, നിന്റെ ഇച്ഛ പോലെ തന്നെ ആകട്ടെ. നിനക്ക് ഒരു വരം മാത്രം പോരാ, നീ ഇനിയും വരം ചോദിക്കുക, തരാൻ ഞാൻ സന്നദ്ധനാണ്. ദ്രൗപദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭീമസേന അർജുന നകുല സഹദേവന്മാരും ദാസഭാവത്തിൽ നിന്നും മോചിതരാകണം. ധൃതരാഷ്ട്രർ തുടർന്ന് പറഞ്ഞു, സൗഭാഗ്യവതിയായ മകളെ, ഇത്രയും വരം കൊണ്ട് നിന്നെ ധന്യയാക്കിയിട്ടും എനിക്ക് മതിയായില്ല. കൂടുതലായി വരങ്ങൾ ചോദിക്കൂ. ദ്രൗപദി തക്കതായ മറുപടി പറഞ്ഞു, മഹാരാജാവേ, അധികമായ ലോഭം ധർമ്മനാശം വരുത്തും. മൂന്നാമതൊരു വരം ചോദിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എനിക്ക് മറ്റൊന്നും വേണ്ട. ദ്രൗപദിയുടെ അവസരത്തിനൊത്ത ഈ സാമർഥ്യം കർണൻ്റെ പോലും പ്രശംസയ്ക്ക് പാത്രമായി. ആ മഹാസദസ്സിൽ വെച്ച് ദ്രൗപദി ഒരു പ്രതിജ്ഞയെടുത്തു. തൻ്റെ അഴിഞ്ഞുലഞ്ഞ കേശഭാരം താനിനി കെട്ടുകയില്ല. എപ്പോഴാണോ തൻ്റെ ഭർത്താവ് ദുശാസനൻ്റെ മാറിടം തല്ലിപ്പൊളിച്ച് അതിൽ നിന്നും കൊണ്ടുവരുന്ന ചുടുരക്തം ഉപയോഗിച്ച് തൻ്റെ കേശഭാരം നനച്ചതിനു ശേഷം മാത്രമേ ഈ കേശഭാരം വീണ്ടും കെട്ടുകയുള്ളൂ എന്ന് ആ സ്ത്രീരത്നം ആ സദസ്സിൽ വെച്ച് ശപഥം ചെയ്യുകയാണ്. ധർമ്മരാജനായ യുധിഷ്ഠിരൻ വിനയാന്വിതനായി ഉപചാരം അനുസരിച്ച് ധൃതരാഷ്ട്രരുടെ അനുഗ്രഹവും ആജ്ഞയും വാങ്ങി ദ്രൗപദിയോടും സഹോദരന്മാരോടും ഇഷ്ടമിത്രങ്ങളോടും അമ്മയോടുമൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
നിങ്ങളുടെ അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇവിടെ ദുര്യോധനൻ്റെയും ദുശാസനൻ്റെയും ദ്രൗപദിയോടുള്ള ആ അതിക്രമം പിന്നീട് എന്താണ് സംഭവിപ്പിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കുലത്തിനെ ആകെ നശിപ്പിച്ചു കളയാൻ കെൽപ്പുള്ളതായിരുന്നു ആ ഒരൊറ്റ പ്രവൃത്തി. ആ ഒരൊറ്റ പ്രവൃത്തിയാലാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മളൊരിക്കലും ഇതുപോലുള്ള ചതിയന്മാരായി തീരാതിരിക്കാൻ പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. ഹരേ കൃഷ്ണ.